ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരിക്കൽ കൂടി വാനിയൻ ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പ്രഭാഷണം ഒത്തിരി ഫീലിങ്ങോടുകൂടിയാണ് നമ്മൾ അവസാനിച്ചത്. എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരെ അപ്പമാക്കുന്നത്? അതുവഴി നമുക്ക് മനുഷ്യരെ പിടിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ശിഷ്യരാകുന്നതും നമ്മൾ യേശുവിൻ്റെ അടുത്തേക്ക് വന്ന് യേശുവിനെ അനുഗമിക്കുന്നതും യേശുവിൽ നിന്ന് പഠിക്കാനാണ്. മനുഷ്യരെ പഠിക്കാൻ. ആ മനുഷ്യരെ പിടിക്കാൻ പഠിക്കുന്ന പ്രക്രിയയിലല്ലേ നമ്മുടെ എല്ലാ പാപതലങ്ങളും നിലനിൽക്കുന്നത്, നമ്മുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പുകളിൽ. സോ ഇവാനിയൻ വഴി അവരോടുകൂടെ ശാന്തിയിലും സമാധാനത്തിലും വസിക്കാനുള്ള ഒരു പരിശീലന പദ്ധതി കൂടിയാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്, ഇവാനിയൻ വഴി ഒരു സർമണിലോ അല്ലെങ്കിൽ ഒരു സന്ദേശത്തിലോ ഒതുങ്ങി നിൽക്കാതെ അത് പിതാവിനോടുകൂടെ ഉള്ള ഒരു യാത്രയാണ്. അത് പല കാര്യങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് നമ്മുടെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്ന മ്ലേച്ഛതയുടെ അടിത്തട്ട് വരെ ചെന്ന് കണ്ട് നമ്മുടെ ജീവിതത്തിലെ ഒരു സമൂല രക്ഷാകര തിരുത്തലിനെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു പ്രയത്നമായിട്ട് കാണണം. അതുകൊണ്ട് തന്നെ നമ്മൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു, അല്ലെങ്കിൽ കുരിശിലെ പുനരൈക്യത്തിൽ താതാത്മ്യപ്പെട്ടു. കുരിശിലെ പുനരൈക്യത്തിലൂടെ ഞാൻ എൻ്റെ പഴയ പാപങ്ങളിൽ നിന്നെല്ലാം വിടുതൽ നേടി. Now I am a free person. I came to the now. You should ask then, what is then? Okay, there was a but. അത് ബട്ട് എന്ന് പറഞ്ഞു നിന്നിരുന്ന ഒരു സമയം, അതിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി നമ്മൾ now, ഇപ്പോൾ എന്ന് പറഞ്ഞ ഒരവസ്ഥയിലേക്ക് വന്നു. Now what? അപ്പോൾ ഒരു then വരണ്ടേ? ഒരു ബട്ട് ലൈഫിൽ, പിന്നെ ഒരു now, വിടുതലിൻ്റെ ഒരു now. പക്ഷെ ഈ now എന്തിനാ എന്നുള്ളൊരു ചോദ്യം കൂടി ചോദിക്കണ്ടേ? അതല്ലെങ്കിൽ വീണ്ടും നമ്മൾ ആ ബട്ടിലേക്ക് പോകും. സോ now ഒരു തീരുമാനമാണ്. ഓക്കെ, അപ്പം അതിലൂടെ നിരാകരിക്കപ്പെട്ട സാധ്യതകൾ അവിടെ തന്നെ ഉണ്ടാകാം. പക്ഷെ എന്താണ് എൻ്റെ തീരുമാനം? അതിലേക്ക് വളരുന്നതാണ് then. അത് വരുന്നില്ലെങ്കിൽ വീണ്ടും ആ ബട്ടിലേക്ക് തിരിച്ചു പോകും. അതിനെ നമ്മൾ ലൂർ ഓഫ് ദ നെഗറ്റഡ് ടെറൈനുകൾ, അല്ലെങ്കിൽ നിരസിക്കപ്പെട്ട സാധ്യതകളുടെ ആകർഷണം, അല്ലെങ്കിൽ അതിൻ്റെ വശീകരണ ശക്തി എന്നൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഈ നവിൽ നിന്ന് ചോദിക്കുകയാണ്, ഓക്കെ, യേശുവിലേക്ക് ഞാൻ എന്തിനാണ് പുനരൈക്യപ്പെട്ടത്? അത് മനുഷ്യരെ പിടിക്കാനാണ്. യേശുവിലുള്ള ആ സമാധാനത്തിനോടൊപ്പം തന്നെ അപരനുമായിട്ടും സമാധാനത്തിലും ശാന്തിയിലും ജീവിക്കാനും ഒരു പുതിയ കൂട്ടായ്മയിൽ വളരാനായിട്ടുള്ളതാണ്. അപ്പോൾ യേശുവിൻ്റെ ആ ആദ്യത്തെ ശബ്ദം, എന്നെ അനുഗമിക്കുവിൻ, ഈ ലോകത്തോടായിട്ട് പറയുന്നത് പോലെ സുവിശേഷ പ്രഘോഷണം തുടങ്ങി. എന്നിട്ട് ഭംഗിയായിട്ട് ഞാൻ ആ ധ്യാനം തുടങ്ങിയ ആദ്യത്തെ ടോക്കിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണേ. ആ ചിന്തയിലാണ് യേശുവിൻ്റെ ആദ്യത്തെ ശബ്ദമായിട്ട് പറയുന്നത്. മത്തായി എഴുതിയ സുവിശേഷത്തിലെ 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം, നിങ്ങൾ അഭിമുഖീകരിക്കുവിൻ, നിങ്ങൾ വിമുഖതയെ വെടിഞ്ഞ് അഭിമുഖീകരിക്കുവിൻ. അതാണ് യേശുവിൻ്റെ ആദ്യത്തെ ശബ്ദം. അത് കഴിഞ്ഞ പിന്നെ നമ്മൾ യേശുവിൻ്റെ ശബ്ദങ്ങളൊന്നും കേൾക്കില്ല. പിന്നെ ഗലീലിയക്കടുപ്പുറത്തുകൂടെ നടക്കുന്ന യേശു, അവിടെ മുക്കോമാരെ കാണുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ നിന്ന് വന്ന വാക്കാണ്, എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. പിന്നെ സൈലൻസാ. പിന്നെ അവിടെ യേശുവിൻ്റെ ശബ്ദങ്ങളൊന്നുമില്ല. പിന്നെ മൂന്നാമത്തെ ശബ്ദം നമ്മൾ കേൾക്കുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 2-ാം വാക്യത്തിലെ, ഭാഗ്യപ്പെട്ടവരാണ് നിങ്ങൾ, ദരിദ്രരും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഭാഗ്യപ്പെട്ടവരാണ് നിങ്ങൾ എന്ന് പറയുന്ന ഭാഗ്യം 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 എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞ് നമ്മളെയൊക്കെ പോസിറ്റീവ് എനർജിയിൽ നിറയ്ക്കുന്ന യേശു. അത് കഴിഞ്ഞിട്ട് പറയും, നിങ്ങളാണ് വിളക്കുകൾ എന്ന് പറഞ്ഞിട്ട്, പറയുടെ അടിയിൽ വെക്കാനല്ല ദീപപീഠത്തിൽ വെക്കാനുള്ളതാണെന്ന് പറഞ്ഞ് നമ്മളെ അങ്ങോട്ട് സുഖിപ്പിക്കണ യേശു. അത് കഴിഞ്ഞിട്ട് പറയും, പക്ഷെ നിങ്ങൾ കേട്ടിട്ടില്ലേ, അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടുള്ള പഠനാത്മകതയിലേക്ക് കയറുന്നത്. അപ്പം യേശുവിനെ അനുഗമിക്കുമ്പോൾ, നമ്മളൊരു വചനാധിഷ്ഠിത ചിന്തയിൽ ചിന്തിക്കുമ്പോൾ, നാച്ചുറലി യേശുവിനെ സ്വീകരിക്കുന്ന എല്ലാവരും യേശുവിൻ്റെ സ്കൂളിലേക്ക്, ആ ശിഷ്യത്വത്തിൻ്റെ സ്കൂളിലേക്ക് അഡ്മിറ്റഡ് ആവണം. അതാണ് സന്യാസം.
സന്യാസത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കുന്നത് ശിഷ്യത്വത്തിൻ്റെ ബാലപാഠങ്ങളോട് താതാത്മ്യപ്പെടുന്നതാണ്. അല്ലെങ്കിൽ ശിഷ്യത്വത്തിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ഒരു സന്യാസമില്ല. വചനാധിഷ്ഠിതമായി തന്നെ വിളിച്ചവനെ കുറിച്ചുള്ള അറിവിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു പ്രക്രിയയാണ് സന്യാസം. അപ്പോൾ ആ സന്യാസത്തിൻ്റെ പരിശീലന ഘട്ടങ്ങളിലെ ഒന്ന് മാറി നിൽക്കൽ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് മാറി ശിഷ്യൻ തൻ്റെ ഗുരുവിനോടുകൂടെ അല്ലെങ്കിൽ യേശുവിനോട് കൂടെ ആയിരിക്കുന്ന, യേശുവിൽ നിന്ന് പഠിക്കുന്ന ഒരു തലമുണ്ട്. അതിൽ ആദ്യത്തെ പഠിപ്പ് യേശു തൻ്റെ ശിഷ്യന്മാരെ ഒരുക്കുന്നത് യു ആർ നോട്ട് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ഒരു ചിന്തയാണ്. നിങ്ങൾ ഈ ലോകത്തിലാണ്, പക്ഷെ നിങ്ങൾ ലോകത്തിൻ്റേതല്ല. യു ആർ ഇൻ ദ വേൾഡ് ബട്ട് നോട്ട് ഓഫ് ദ വേൾഡ്. അതുകൊണ്ടാണ് ലോകത്തിൻ്റെതായ വലകളെയും തീരങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ച് അവർ യേശുവിൻ്റെ പിന്നാലെ പോകുന്നത്. എന്തിനാ യേശുവിൻ്റെ പിന്നാലെ പോകുന്നത്? മനുഷ്യരെ പിടിക്കാൻ. എന്തിനാ മനുഷ്യരെ പിടിക്കുന്നത് എന്നുള്ള ചോദ്യം നമ്മൾ പിന്നീട് ചോദിക്കുന്നതായിരിക്കും. പക്ഷേ യേശുവിൻ്റെ ആദ്യത്തെ പഠിപ്പിൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. പിന്നെ ബാക്കി എല്ലാ പഠിപ്പുകളും ഈ മനുഷ്യരെ പിടിക്കാൻ പഠിപ്പിക്കുന്ന ശിഷ്യത്വത്തിൻ്റെതാണ്. ആ തലങ്ങളൊക്കെ സന്യാസത്തിൻ്റെ തലങ്ങളാണ്. അതിൽ ആദ്യത്തെ ഒരു കീ, അല്ലെങ്കിൽ മനുഷ്യരെ പിടിക്കാനുള്ള ഒരു സൂത്രം അതാണ് അപരനെ അപ്പമാക്കരുത്. അപരൻ വളരെ വിശുദ്ധമായ ഒന്നാണ്. അപരൻ എന്ന് പറയുന്നത് മനുഷ്യൻ മാത്രമല്ല, മണ്ണും മരങ്ങളും പുഴകളും മലകളും ഒക്കെ അപരനാണ്. നമ്മൾക്ക് പുറത്തുള്ള എല്ലാത്തിനെയും സംരക്ഷിക്കാനും വീണ്ടെടുക്കാനും വളർത്താനൊക്കെയാണ് നമ്മളെ ആ ഏദൻ തോട്ടത്തിൽ വെച്ചത്. അതിനോടൊക്കെ സമ്പാദിക്കാൻ, അതിനെയൊക്കെ ശാന്തിയിൽ നിലനിർത്താൻ. അപ്പോൾ അതൊക്കെ ആയിട്ട് ഒരു നല്ല ബന്ധത്തിലേക്ക് വരണമെങ്കിൽ അതിനൊന്നും നമ്മൾ നമുക്ക് വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിൽ കാണരുത്. ഇങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, അച്ഛാ അങ്ങനെയാണെങ്കിൽ നമ്മൾ വെജിറ്റേറിയൻ ആവണ്ടേ, നമുക്കപ്പോൾ പിന്നെ ഈ കോഴീനെ ഒന്നും കൊന്നു തിന്നാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. കോഴീനെ കൊന്ന് തിന്നണ്ടെന്നല്ല പറഞ്ഞേ, പക്ഷെ കോഴിയെ വളർത്തണം. കോഴിക്കുഞ്ഞിനെ അത് ആ കോഴി അടയിരിക്കുമ്പോൾ അതിനെ പോയി ഓടിക്കരുത്. കോഴിക്ക് തോന്നണം ദാറ്റ് ഐ സെർവ് യു. ആ കോഴിയെയും സംരക്ഷിക്കണം. അതല്ലാതെ കോഴീനെ മാത്രം മതി എനിക്ക് എന്ന് പറഞ്ഞു നടക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ ലോകത്തിൽ കോഴി ഉണ്ടാവില്ലല്ലോ. നിങ്ങൾക്ക് കോഴിക്കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എന്ത് തോന്നും? അതിനെ വളർത്താൻ തോന്നില്ലേ? അതിനെ വളർത്തണം. വളർത്താതെ ഉപയോഗിക്കുന്ന ഒരു സംസ്കാരമുണ്ട്. നമ്മളാണ് അതിനെ ഉപഭോഗ സംസ്കാരം എന്ന് പറയുന്നതിന്. എല്ലാത്തിനെയും തിന്നുക, പക്ഷെ ഒന്നിനെയും വളർത്തില്ല, ഒന്നിനെയും സംരക്ഷിക്കില്ല, പക്ഷെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കും. ആ കൺസ്യൂമറിസം എന്നൊക്കെ പറയുന്നതാണ് ഈ മറ്റുള്ളവനെ അപ്പമാക്കുന്ന, അല്ലെങ്കിൽ എല്ലാത്തിനെയും വിഴുങ്ങാനായിട്ട് നിൽക്കുന്ന. കൺസ്യൂം ചെയ്യുക എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക, അതിനെ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ദാറ്റ് കൺസ്യൂമറിസം, ഉപഭോക്ത സംസ്കാരം, ഐ ഡോണ്ട് നോ ഹൗ ദേ യൂസ് ഇറ്റ് ഇൻ മലയാളം, ദാറ്റ് ഒരു ഉപഭോഗ സംസ്കാരം എന്ന് പറഞ്ഞു. ഭക്ഷണമാക്കുന്നതിനെ, എല്ലാത്തിനെയും ഭക്ഷണമാക്കുന്നതിൻ്റെ അങ്ങനെ നമുക്ക് മനുഷ്യരെ പിടിക്കാൻ പറ്റില്ല. ആ തലത്തിൽ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടായി. നമ്മുടെ ആ ഒരു നമ്മൾ തമ്മിലുള്ള പേഴ്സൺസ് തമ്മിലുള്ള ഇതുകളെ പറ്റി നമ്മൾ കണ്ണിലൂടെ ചെവിയിലൂടെ ഒക്കെ ആ ഇന്ദ്രിയങ്ങളിലൂടെ എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവനെ അപ്പമാക്കുന്നത്. അതുപോലെ ആ വിശപ്പ് കയറി വരുമ്പോൾ നമ്മൾ ഈവൻ എല്ലാത്തിനെയും അപ്പമാക്കാൻ തുടങ്ങും. ഈവൻ സം ഗ്ലോബലൈസേഷനുകൾ അല്ലെങ്കിൽ ചില എക്കോണമിക് ടെൻഡൻസികളൊക്കെ അപരനെ വിഴുങ്ങുന്ന നെഗറ്റീവ് അപ്രോച്ചുകളാണ്. അതിൽ എത്ര ആൾക്കാരെയാണ് വിഴുങ്ങുന്നത്? ഒരു ഫാക്ടറി വയ്ക്കണമെങ്കിൽ, ഒരു റോഡ് ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എത്ര പാവങ്ങളെ ഡിസ്പ്ലേസ് ചെയ്യണേ. ഒരു കമ്പനി വരണം, ഒരു ഏരിയയിലെ മലകളെ മുഴുവനും വിഴുകണം. കാരണം ആ മലയുടെ ഉള്ളിൽ അലുമിനിയം ഉണ്ടെന്ന് പറയും, അല്ലെങ്കിൽ ചെമ്പുണ്ടെന്ന് പറയും. പക്ഷെ അവിടെ വസിക്കുന്ന ജനങ്ങൾ വി സിംപ്ലി വൈപ്പ് ദം ഓഫ് സം ടൈം. ഭാഷകളെ വിഴുങ്ങി നശിപ്പിച്ച് കളയുന്നത്. ഒരു ഭാഷയ്ക്ക് വിശപ്പ് കൂടുമ്പോൾ അത് ചുറ്റുമുള്ള എല്ലാ ഭാഷകളെയും തിന്നും. പക്ഷേ പുനരൈക്യത്തിൻ്റെ ചിന്തയിൽ അത് എത്ര ഫീബിളായിക്കോട്ടെ, എത്ര ചെറുതായിക്കോട്ടെ, അതിനെ അതിൻ്റെ ഐഡൻറ്റിറ്റിയിൽ കാണുകയും അതിനെ സംരക്ഷിക്കുകയും
അതുമായിട്ട് കൂട്ടായ്മയിൽ വരുന്ന ഒരു ജീവിത രീതിയാണത്. അതിനെ മനുഷ്യരെ പിടിക്കാൻ പഠിക്കണ്ടേ. അതല്ലെങ്കിൽ നമ്മൾ ഒരു ബുൾഡോസർ പോലെ അങ്ങോട്ട് ചെന്ന് എല്ലാത്തിൻ്റെ മുകളിൽ ആധിപത്യം പുലർത്തിക്കൂടെ. പക്ഷെ അത് മനുഷ്യരെ പിടിക്കില്ലല്ലോ. അതിൽ ഏറ്റവും ചെറുതിനും തോന്നണം ഐ ഹാവ് എ സ്പേസ്. അപ്പോൾ അത് എൻ്റെ ഭക്ഷണമല്ല, പക്ഷെ അതിനും അതിൻ്റെതായ വ്യക്തിത്വങ്ങളുണ്ടെന്നൊക്കെ തിരിച്ചറിയുമ്പോഴാണ് ഈ സന്യാസഭാവം എന്നൊക്കെ പറഞ്ഞു വരണേ. പലപ്പോഴും നമുക്ക് സന്യാസി എന്ന് പറഞ്ഞാൽ ഒരു കാഷായ വസ്ത്രമിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ നടക്കണം, അല്ലെങ്കിൽ കുംഭമേളയിൽ ഒരുമിച്ച് കൂടുന്ന ആൾക്കാർ പോലെ. അങ്ങനെയല്ല. ഒരു ക്രിസ്ത്യൻ സന്യാസത്തിൽ യേശു വലിയൊരു സന്യാസിയായിരുന്നു നമ്മൾ പറയും, ബ്രഹ്മചാരിയായിരുന്നു എന്ന് പറയും. അതെന്താ അങ്ങനെ പറയുന്നേ? അദ്ദേഹം ആരെയും അപ്പമാക്കിയില്ല. ഈ പ്രൊട്ടക്റ്റഡ് എവറിത്തിങ്. തൻ്റെ മുമ്പിൽ വന്ന എല്ലാത്തിനെയും സംരക്ഷിക്കാൻ ആഗ്രഹിച്ചു. എല്ലാത്തിനും അതിൻ്റേതായ സ്ഥാനങ്ങളെ കൊടുത്തു. അപ്പോൾ അദ്ദേഹം മനുഷ്യനെ പിടിക്കാൻ പഠിക്കുന്നത്. അതുകൊണ്ടാണ് ജനലക്ഷങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോകാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നും മനുഷ്യരെ പിടിക്കുന്ന വലിയ ആകർഷണമായിട്ട് നിൽക്കുന്നത്. ബിക്കോസ് ഇൻ ഹിം എവ്രിതിങ് ഫൈൻഡ് എ റെസ്പോൺസിബിൾ സ്പേസ്. സോ ബിഷപ്പ് എന്നുള്ളത് ഒരു സെക്സ് മാത്രമായിട്ടോ അങ്ങനത്തെ ഒരു ചിന്താരീതിയിലേക്ക് കിടക്കല്ലേ. അതും അതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ അത് അഴിമതിയായിട്ടും വലിയ ഗ്രസിക്കുന്ന തീയായിട്ടൊക്കെ വളരുന്ന ഒരു ചിന്തയാണ്. അതുകൊണ്ട് ഈ സന്യാസി ശരിക്കും ആ ഒരു യാഗാഗ്നിയിലേക്ക് കടന്നു ചെല്ലണം. അപ്പോൾ പിതാവ് ഒരു വ്യക്തിയെ യാഗപശുവായിട്ടാണ് കാണാം. അപ്പോൾ അവസാനം ആ യാഗപശുവിനെ മുറിച്ച് ദൈവികമായ വ്രതങ്ങളാൽ മുറിച്ച് ഉള്ളിലുള്ള എല്ലാത്തിനെയും പുറത്തെടുത്ത് ആ യാഗാഗ്നിയിൽ അങ്ങനെ ദഹിപ്പിച്ച് അവൻ്റെ വിശപ്പുകളെ അടക്കി അവനെ ശുദ്ധീകരിക്കും. ഓക്കെ, അപ്പോൾ അതൊരു വലിയ ഇതാണ്. അത് നമ്മൾ എല്ലാവരും കടന്നു പോകണമെന്ന് പറയും. പക്ഷേ വി ഷുഡ് ആസ്ക് ദെൻ, അങ്ങനെ ഞാൻ ആരെയും അപ്പമാക്കാതിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഇന്ദ്രിയങ്ങളെ മാത്രം നിഗ്രഹിച്ചതുകൊണ്ട് എനിക്ക് മനുഷ്യരെ പിടിക്കാൻ പറ്റുമോ? നോ, ഇറ്റ് വിൽ നോട്ട്. ദാറ്റ് വി ആർ പ്യൂരിഫൈ. നമ്മൾ ശരിയായി കാണാൻ ഇന്ദ്രിയങ്ങളുടെ പരിശീലനത്താൽ നന്മ തിന്മകളെ നമ്മൾ വിവേചിച്ചറിയാൻ തുടങ്ങും. വാട്ട് ഈസ് വാട്ട്, ഹൂ ഈസ് ഹൂ എന്നുള്ളതൊക്കെ നമ്മൾ തിരിച്ചറിയും. അപരനെ അതിൻ്റെ വിശുദ്ധിയിൽ ശുദ്ധിയിൽ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങും. പക്ഷേ യേശു ഒരു തലം കൂടി മുന്നോട്ട് പോയിട്ട് ശിഷ്യന്മാരോട് മനുഷ്യരെ പിടിക്കുന്ന വേറെ ഒരു കാര്യം പറയും. എങ്ങനെയാണ് മനുഷ്യരെ പിടിക്കേണ്ടതെന്ന്. സോ മനുഷ്യരെ പിടിക്കുന്ന രണ്ടാമത്തെ കീ, അത് നമുക്ക് ആ മാർക്കിൻ്റെ സുവിശേഷത്തിലെ 8-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തെ വീണ്ടും വായിക്കാം. അവൻ ശിഷ്യരോടൊപ്പം ജനക്കൂട്ടത്തെയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ സെക്കൻഡ് പാർട്ട്, തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സോ നമ്മൾ ഇന്ന് ആ ഒരു സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നു. അതാണ് മനുഷ്യരെ പിടിക്കാനായിട്ടുള്ള സന്യാസിയാക്കുന്ന സെക്കൻഡ് പാർട്ട്. അത് പിതാവിന് ഒത്തിരി ഇഷ്ടമായ, അല്ലെങ്കിൽ പിതാവ് തന്നിലേക്ക് ആഹ്വാനിച്ച ഒരു ദൈവിക ചിന്തയായിരുന്നു. ഓക്കെ, എങ്ങനെയാണ് അത് പറയുക? തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കുകയും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്താണ് കുരിശ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് വളരെ അച്ഛൻ എൻ്റെ പെണ്ണാണ്, അല്ലെങ്കിൽ എൻ്റെ വികാരി അച്ഛനാണ്, അല്ലെങ്കിൽ എൻ്റെ കുട്ടികളാണ്. കർത്താവേ എന്തു കുരിശപ്പോ എന്ന് പറഞ്ഞിട്ട് ഒരു വർത്താനമല്ലേ ആളുകളുടെ. ഇതൊക്കെ കുരിശുകളാണ്. അപ്പോൾ നമ്മൾ ഈ ഡേ ടു ഡേ ലാംഗ്വേജിൽ കുരിശ് എന്ന് പറയുമ്പോൾ ഒരു വലിയ ബേർഡൻ, അത് വഹിക്കാൻ ഇഷ്ടമൊന്നുമില്ലെങ്കിൽ നമ്മുടെ മുകളിൽ ത്രസ്റ്റ് അപ്പോൺ ചെയ്തിരിക്കുന്ന, നമ്മുടെ മുകളിൽ വെച്ച് തന്നിരിക്കുന്ന, കർത്താവ് ഇത് എപ്പോഴാണ് ഇതൊന്ന് പോയി കിട്ടുക എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു തരം ചിന്തകളിലാണ് നമ്മൾ ഇൻ എ വെരി ഡേ ടു ഡേ ലാംഗ്വേജിൽ കുരിശ് എന്ന് പറയണേ. അതല്ല ദൈവത്തിൻ്റെ ചിന്ത, അല്ലെങ്കിൽ യേശുവിൻ്റെ ചിന്ത. അപ്പോൾ തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണമെന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥതലങ്ങളുണ്ട്, സന്യാസത്തിൻ്റെ അർത്ഥതലങ്ങൾ. അപ്പം എന്താണ് കുരിശ്? യേശുവിന് എന്താണ് കുരിശ്? അല്ലെങ്കിൽ ബിബ്ലിക്കലായിട്ട് നമ്മൾ വായിക്കുമ്പോൾ എന്താണ് കുരിശ് യേശുവിന്? യേശുവിന് തൻ്റെ പിതാവിൻ്റെ തിരുവിഷ്ടമാണ് ആ പ്രതീകം, കുരിശിൻ്റെ പ്രതീകമായിട്ട് അദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് വരുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടമാണത്.
തൻ്റെ ചുമലിൽ വെച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ്. ഇറ്റ്സ് ഈസ് ഡ്യൂട്ടി. എന്താണ് ആ ഡ്യൂട്ടി? യാതനകൾ സഹിച്ച് കുരിശ് വഹിച്ച് കാൽവരി മലയിലേക്ക് പോയി മരിച്ച് തൻ്റെ മരണത്തിലൂടെ മരണത്തെ ഇല്ലാതെയാക്കി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് തൻ്റെ പിതാവിനെ മഹത്വപ്പെടുത്തുക. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിലെ 13-ാം അധ്യായമൊക്കെ തുടങ്ങുന്നത്. പുത്രന്റെ മഹത്വപ്പെടുത്തുന്നതിനുള്ള സമയം സമാഗതമായിരിക്കുന്നു, ഞാൻ പിതാവിനെ മഹത്വപ്പെടുത്തും. സോ അത് ആ പീഡാസകനത്താൽ അതിനെ രക്ഷിച്ച ഏകപുത്രൻ നമ്മോടുകൂടെ എന്ന ചിന്തയിൽ നിന്ന് ചിന്തിക്കണം. അപ്പൊ കുരിശ് യേശുവിനൊരു ഹാപ്പി തിങ് ആണ്. കാരണം എങ്ങനെ ദൈവത്തെ സമ്പാദിക്കണേ, എങ്ങനെ പിതാവിൻ്റെ ഇഷ്ടത്തെ സമ്പാദിക്കണേ, ദൈവത്തിൻ്റെ ഇച്ഛ അതിൻ്റെ അവസാനം വരെ അത് കൊണ്ടു നടന്ന് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കടക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തെ സമ്പാദിക്കുന്നത്. വാനിഷ് പിതാവ് അത് പലപ്പോഴും പറയും. എന്താണ് ദൈവസമ്പാദനം? ദൈവത്തിൻ്റെ ഇച്ഛ അല്ലെങ്കിൽ ദൈവം എന്നോട് ആഗ്രഹിക്കുന്ന വിഷയത്തെ അതിൻ്റെ അവസാനം വരെ വിശ്വസ്തയോടുകൂടെ കൊണ്ടു നടക്കണം. അങ്ങനെ മനുഷ്യനെ പിടിക്കാൻ പറ്റുള്ളൂ നമുക്ക്. സോ അനുസരണം, വിശ്വസ്തത മനുഷ്യരെ പിടിക്കാനായിട്ടുള്ള ഒരു വലിയ സൂത്രമാണ്. അതില്ലാതെ മനുഷ്യരെ പിടിക്കാൻ നോക്കുമ്പോഴാണ് നമുക്ക് പ്രോബ്ലങ്ങൾ വരുന്നത്. സോ കുരിശ് യേശുവിനെ സംബന്ധിച്ച് കുരിശ് ദൈവത്തിൻ്റെ ഒരു വലിയ ഇഷ്ടമായിരുന്നു, ദൈവേച്ഛ എന്ന് പറയുന്നത്, ദ വിൽ ഓഫ് ഗോഡ്. എന്നിട്ട് യേശു ആ വിൽ ഓഫ് ഗോഡിൽ സഹനത്തിലൂടെ അല്ലെങ്കിൽ അവസാനം വരെ മരണം വരെ നിൽക്കുന്ന ആ എളിമയിലൂടെ പിതാവിനെ വെളിപ്പെടുത്താൻ നോക്കുമ്പോൾ സൈഡിൽ നിന്ന് ഒരാൾ വരികയാണ്, പ്രലോഭകൻ വരികയാണ്. എന്നിട്ട് പറയാണ്, അരെ പിതാവിനെ വെളിപ്പെടുത്താനായിട്ട് ഇത്ര കഷ്ടപ്പാടൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ, നമുക്ക് എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യാലോ. അരെ അങ്ങേക്കിപ്പോൾ എന്താ വേണ്ടേ? അങ്ങേക്ക് പിതാവിനെ വെളിപ്പെടുത്തണം, അത്രയല്ലേ ഉള്ളൂ. അതിനിപ്പോൾ ഈ ഇത്രയും കഷ്ടപ്പെട്ട് കാൽവരി മല കയറി മരിച്ച് ഉത്ഥാനം ചെയ്ത് ഇതെന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത കാര്യങ്ങൾ ചെയ്യാലോ, എത്ര എളുപ്പവഴിയിൽ കാര്യങ്ങൾ ചെയ്യാലോ. ഞാൻ പറഞ്ഞുതരാം സൂത്രം. നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടാം. ഇപ്പൊ കൊണ്ടുപോയിക്കാണ് ഗോപുരത്തിന്റെ മുകളിലേക്ക്. എന്നിട്ട് പറയണേ, ജസ്റ്റ് ജമ്പ് ഫ്രം ഹിയർ. അങ്ങനെ ആകാശത്തോട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ മാലാഖമാർ വന്ന് അങ്ങേ കൈകളിൽ ഇങ്ങനെ താങ്ങും, പാദങ്ങൾ കല്ലിൽ തട്ടാതെ അങ്ങനെ അങ്ങോട്ട് നിൽക്കും. അപ്പൊ എല്ലാവരും കാണും. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും പിതാവാണ് ഈ മാലാഖമാർ അയച്ചതെന്നും തൻ്റെ പുത്രന്റെ പാദം കല്ലിമേൽ തട്ടാതെ അവൻ സംരക്ഷിച്ചുല്ലോ, ഹല്ലേലൂയ എന്നും പറഞ്ഞ് അവിടെ നിൽക്കുന്ന ജനങ്ങൾ മുഴുവനും ആ പിതാവിനെ സ്തുതിക്കാൻ തുടങ്ങും. കാര്യം ശരിയായില്ലേ? പിതാവിനെ മഹത്വപ്പെടുത്തിയില്ലേ? അതിനു വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെടേണ്ട വലിയ കാര്യമുണ്ടോ? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? വൈ ഡോണ്ട് യു അഡ്ജസ്റ്റ്? നമുക്ക് എളുപ്പവഴിയിൽ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് ചെയ്തൂടെ? അതാണ് രണ്ടാമത്തെ പ്രലോഭനം. എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുക അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഈ അഡ്ജസ്റ്റ്മെന്റിലൂടെ നിങ്ങൾക്ക് അപരനെ പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? യുനോനോ 2 ദിവസം 3 ദിവസം അഡ്ജസ്റ്റ്മെന്റിലൂടെ എളുപ്പവഴിയിലൂടെയൊക്കെ നീ നല്ല ആളാണെന്നൊക്കെ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് പൂച്ചുപണ്ടാണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല എന്നുള്ളത് പെട്ടെന്ന് ദ്യാദറിന് മനസ്സിലാവും. അതോടുകൂടി ആ ബന്ധം തകരും. കാരണം അതൊരു അഡ്ജസ്റ്റ്മെന്റിൽ വളർത്തിയെടുത്തിരിക്കുന്നതാണ്. നമ്മൾക്ക് ഈ പ്ലാസ്റ്റർ ഓഫ് പാരിസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഫോൾസ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഒക്കെ മുകളിൽ കാണണം. എന്തു ഭംഗിയിലായിരിക്കും ഫോൾസ് ഉണ്ടാക്കിയിരിക്കണേ, അല്ലെങ്കിൽ എന്ത് ഭംഗിയിലായിരിക്കും ഒരു സ്റ്റേജ് ഉണ്ടാക്കിയിരിക്കണേ. ഒരു മഴ നിൽക്കില്ല, ഒരു കാറ്റെടുക്കില്ല, ഒക്കെ തള്ളിപ്പോവും. കാരണം ദേ ആർ ഫോൾസ്. അതൊക്കെ വലിയ അഡ്ജസ്റ്റ്മെന്റുകളാ, അതൊന്നും സ്ഥായിയായിട്ടുള്ള സാധനങ്ങളല്ല. 2 വ്യക്തികൾ തമ്മിലുള്ള ഈ മനുഷ്യരെ പിടിക്കുന്ന പ്രക്രിയയിൽ there has to be അനുസരണയും ഫിഡിലിറ്റിയും. ദി ഒബീഡിയൻസ് ആൻഡ് ഫിഡിലിറ്റി ഇസ് എ മസ്റ്റ്. അല്ലെങ്കിൽ നിങ്ങൾ പറ, കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ, പൗരോഹിത്യത്തിൽ, സന്യാസ ജീവിതത്തിൽ, 2 സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെ പരസ്പരമുള്ള അനുസരണയും ആ ഒരു വിശ്വസ്തതയുമില്ലാതെ ആ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷേ നമ്മൾ അങ്ങനെ അവസാനം വരെ വിശ്വസ്തരാകാം എന്ന് പറയുമ്പോൾ
അത് തീരുമാനത്തിൻ്റെ ഉള്ളിലെ ഒരു സംഗതിയാണ്. നിരാകരിക്കപ്പെട്ട സാധ്യതകൾ, അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ സാധ്യതകളൊക്കെ നമ്മളെ വശീകരിക്കാൻ വരും. അതിനെതിരെ നിൽക്കുന്നതിനാണ് സന്യസിക്കുന്നത്. അതാണ് സന്യാസം. 100 നിരാകരിക്കപ്പെട്ട സാധ്യതകളെ നോക്കി നിന്നതുകൊണ്ട് തന്നെ അനുസരണത്തിൻ്റെ വിശ്വസ്തതയുടെ ഒരു വലിയ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുക. അങ്ങനെ മനുഷ്യരെ പിടിക്കാൻ പറ്റുള്ളൂ. അത് അല്ലാതെ ആവുമ്പോഴാണ് സമൂഹങ്ങളും സ്ഥാപനങ്ങളും വ്യക്തികളും ഒക്കെ ഒരുതരം ഫ്രോഡുകളായിട്ട് മാറുന്നത്. ഇപ്പം സിമ്പിൾ ലാംഗ്വേജ് ആയിട്ട് മാറിക്കല്ലേ, വൈ ഡോണ്ട് യു അഡ്ജസ്റ്റ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ എന്ന് എന്ത് കൂളായിട്ടാണ് പറയണല്ലേ. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഏത് ലെവലിലേക്കാണ് അഡ്ജസ്റ്റ്മെന്റ് കയറിയിരിക്കുന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. സഭയുടെ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛത കാണുകയും മണക്കുകയും ചെയ്തപ്പോൾ ഈ പിതാവ് കണ്ടു ആഴത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റിന്റെ കഥകൾ. അനുസരണത്തിലും വിശ്വസ്തതയിലും നീതിനിഷ്ഠയിലും ബാക്കിയുള്ള എല്ലാ പുണ്യങ്ങളിലും ഒത്തിരി ആഴത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ സഭാതലത്തിലും ജീവിതത്തിലും ഉപജാപക വൃന്ദങ്ങളുടെ ഇടയിലൊക്കെ സഭയെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ താഴെ ഒത്തിരി അഡ്ജസ്റ്റ്മെന്റിന്റെ കഥകൾ അങ്ങനെ ചീഞ്ഞ് വമിക്കാൻ തുടങ്ങി, ദുർഗന്ധം വമിക്കാൻ തുടങ്ങി. അത് കാണുകയും മണക്കുകയും ചെയ്തപ്പോൾ ഇതിനെങ്ങനെ ദൈവത്തെ അറിയുന്നതിനുള്ള സോപാനങ്ങളാക്കി മാറ്റാം, വിശുദ്ധിയിലൂടെ അല്ലാതെ, അനുസരണത്തിലൂടെ അല്ലാതെ, വിശ്വസ്തതയിലൂടെ അല്ലാതെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തെ പുനരൈക്യപ്പെടുത്തി പുതിയ രക്ഷാകരമായി തിരുത്തലിലൂടെ മനുഷ്യരെ പിടിക്കുന്ന കൂട്ടായ്മയിലേക്ക് വളർത്തുന്ന വ്യക്തികളായിട്ട് മാറാൻ കഴിയില്ല. പുത്തൻകൂർ സമുദായത്തിൻ്റെ അന്നത്തെ കഥ, പിതാവിനോട് സമയത്ത് ഉണ്ടായിരുന്ന കഥ അഡ്ജസ്റ്റ്മെന്റിന്റെ കഥകളായിരുന്നു. പിന്നീട് നിങ്ങൾ പുത്തൻകൂർ സമുദായത്തിൻ്റെ മൊത്തം ഹിസ്റ്ററി വായിക്കുക. എനിക്ക് എപ്പോഴും പുത്തൻകൂർ സമുദായത്തിൻ്റെ ഹിസ്റ്ററി മനുഷ്യൻ്റെ നേർക്കാഴ്ചയായിട്ടാണ് കാണാൻ തുടങ്ങിയിരിക്കുന്നത്. ഒരു മനുഷ്യ ജീവിതത്തിൽ എന്തൊക്കെയാണോ സംഭവിക്കുന്നത് അതിൻ്റെയൊക്കെ നേർക്കാഴ്ചകൾ പുത്തൻകൂർ സമുദായത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ പുത്തൻകൂർ സമുദായം ഒരു ഇസ്രായേലിനെ പോലെ ആയിരുന്നു. അതുകൊണ്ടാണ് പുത്തൻകൂർ സമുദായത്തിൻ്റെ ഉള്ളിൽ ദൈവം സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് യോവാനീസ് പിതാവ് പോലെയുള്ള ഒരു പ്രവാചകനെ അയച്ചിട്ട് അവിടെ വെളിപ്പെടുത്തലുകൾ നടന്നിരിക്കണേ. മറ്റു പല സമൂഹങ്ങളെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും നേർക്കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ ഇസ്രായേലിനെ എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇസ്രായേലിൽ ദൈവികമായ ഒത്തിരി ഇടപെടലുകൾ നടന്നു. പുത്തൻകൂറിനെ എടുത്തു നോക്കിയാലും നമുക്ക് കാണാം. കാരണം പുത്തൻകൂറിനുള്ളിൽ ഒത്തിരി ബിഷപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. നിങ്ങൾ ഇനി പുത്തൻകൂറിനെ ഒന്നും കൂടി നോക്കിയേൻ, അനുസരണക്കേടിൻ്റെയും അവിശ്വസ്തതയുടെയും കഥകൾ അതിലില്ലേ? മെനാസിസിന്റെ സമയം തൊട്ട് തുടങ്ങിയത്. ആ ഉദയംപൂർ സോനഗദോസ് ഒത്തിരി അനുസരണക്കേടിൻ്റെയും അവിശ്വസ്തതയുടെയും ഒക്കെ അല്ലേ? എത്ര ഡോക്യുമെന്റുകൾ ഫോർജ് ചെയ്തിരിക്കണ്, എത്ര നുണകൾ കിംവദന്തികൾ അതിൽ വന്നു പോയിരിക്കണ്. പിന്നീട് ആ 12 പേര് കൂടി അല്ലെ ആ കുനംകുരിശ് സത്യം നടക്കുമ്പോൾ അതും ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലായിരുന്നേ. എളുപ്പവഴിയിൽ ക്രിയ ചെയ്യാനായിട്ടുള്ള ഒരു സമ്മർദ്ദം ചൊലുത്താനായിട്ടുള്ള ഒരു എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുന്നതായിരുന്നു. ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ കഥ അതിൻ്റെ താഴെയില്ലേ? എന്നിട്ട് പിന്നീട് പറയാൻ തുടങ്ങി അത് പരിശുദ്ധ സിംഹാസനത്തിനെതിരായിരുന്നു. അതൊക്കെ എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുന്നതല്ലേ? തൻ്റെതായ അഡ്ജസ്റ്റ്മെന്റുകളിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് പറയാൻ തുടങ്ങിയ ഒത്തിരി എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിന്റെ കഥകളെ വലിഡേറ്റ് ചെയ്യുന്നതല്ലേ? 12 പേര് കൂടി ഒരാളെ മെത്രാനാക്കിയത് ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലായിരുന്നോ? ഒരു എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുന്നതല്ലായിരുന്നോ? Can you think? ചരിത്രം ഇത്രമാത്രം പഠിക്കുന്ന ചരിത്ര അവബോധമുള്ള വേറൊരു ഗ്രൂപ്പുകളെ ഞാൻ കണ്ടിട്ടില്ല. Then now you analyze. ഭൂതകണ്ണാടിയിലൂടെ നോക്കി അവിടെ ഇരിക്കുന്ന കുഞ്ഞു പൊടികളെ പോലും പാമ്പുകളായിട്ട് കാണുകയല്ല, നോർമലായിട്ട് കണ്ണുകളെ തുറന്ന് നോക്കുക. നമുക്ക് ചുറ്റും അഡ്ജസ്റ്റ്മെന്റിന്റെ കഥകൾ നിറഞ്ഞു തുളുമ്പാൻ തുടങ്ങിയില്ലേ? ഇറ്റ് ഈസ് ദേർ. പിതാവ് അത് കണ്ടു. പിന്നീട് പിതാവ് ആ തൻ്റെ സമൂഹത്തിൻ്റെ ഉള്ളിൽ ഒരാളായിട്ട് പറഞ്ഞു, ഈ അഡ്ജസ്റ്റ്മെന്റുകൾ എന്നിലുമുണ്ട്. ഒരുപക്ഷെ കാതോലിക്കേറ്റ് സ്ഥാപനത്തിലൂടെ മുടക്ക് കൽപ്പനയെ ഓവർകം ചെയ്യാമെന്നും അന്നുണ്ടായിരുന്ന എല്ലാ പ്രോബ്ലങ്ങൾക്കും ഒരു സൊല്യൂഷൻ കൊണ്ടുവരാമെന്നും പിതാവ് വിചാരിച്ചപ്പോൾ
പിന്നീട് പിതാവിന് തോന്നി അതൊരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ. പിന്നീട് പിതാവിന്റെ അനുസരണയുടെ ഭാവങ്ങൾ വളരാൻ തുടങ്ങിയപ്പോൾ പിതാവിന് തോന്നി അന്ന് 5-ാം നൂറ്റാണ്ടിൽ നടന്നതും ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ. പലപ്പോഴും ആഴങ്ങളിലേക്ക് കടക്കുമ്പോഴാണ്, സന്യാസത്തിലേക്ക് കടക്കുമ്പോഴാണ് ആ സെൻസിറ്റിവിറ്റി പൊന്തി വരിക. നോർമലായിട്ട് നോക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ആർഗ്യൂ ചെയ്യാം. ദ ബിഗിൻ ടു സേ ദെൻ, ഞാൻ അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങുമ്പോൾ കുടുംബജീവിതത്തിലും മറ്റു ജീവിതത്തിലും ഒക്കെ അഡ്ജസ്റ്റ്മെന്റുകൾ കാണാൻ തുടങ്ങുമ്പോൾ ആളുകൾ പറയും അച്ഛൻ എത്ര സീരീസ് ആയ എങ്ങനെയാ, നമ്മൾ മനുഷ്യരൊക്കെ അല്ലേ, അപ്പോൾ മനുഷ്യരായ ഇത്തിരിയൊക്കെ അഡ്ജസ്റ്റ്മെന്റും നീക്കുപോക്കും ഒക്കെ വേണം. അതെ, ഈ നീക്കുപോക്കിന്റെ ഉള്ളിലാണ് എല്ലാം സംഭവിച്ചിരിക്കണേ. പക്ഷെ നമ്മൾ മനുഷ്യരാണ്, നമ്മുടെ കുടുംബത്തില് അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ വേണം എന്ന് നിങ്ങൾ പറയുമ്പോൾ യേശുവിൻ്റെ ഒരു സെന്റൻസ് നിങ്ങൾ മറന്നുപോവാണ്. ജീവിതത്തിന്റെ ആ ഒരു ആധ്യാത്മികതയ്ക്ക് ഒരു കീറത്തുണി പോലെ ആയി തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ആ വിശുദ്ധിയുടെ കുപ്പായത്തിന് ഒരു ഓട്ട വീണാൻ തുടങ്ങുമ്പോൾ ഒരു തുണിക്കഷ്ണം വെച്ച് കെട്ടി അഡ്ജസ്റ്റ് ചെയ്യല്ലേ. പുത്തൻകൂറിന്റെ കുപ്പായത്തിൽ എത്ര അഡ്ജസ്റ്റ്മെന്റിന്റെ തുണിക്കഷ്ണങ്ങൾ ഉണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര തുണിക്കഷ്ണങ്ങൾ കുത്തി കൂട്ടാൻ നോക്കി, അപ്പൊ ഒക്കെ അത് കീറിപ്പോയി. അപ്പൊ ആ ഉടുപ്പിനെ തന്നെ മാറ്റണം. നിങ്ങൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കുവേൻ എന്ന് പറയും. അത് ഓട്ടകൾ വീഴാൻ തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു പുതിയ തുണിക്കഷ്ണത്തെ വെച്ച് കെട്ടിയിട്ട് അത് പിന്നെയും പോകുമെന്ന് കരുതിയ തുണിക്കഷ്ണങ്ങളല്ലേ പലപ്പോഴും നമ്മുടെ പല കാര്യങ്ങളായിട്ട് കിടക്കണേ. അതുകൊണ്ടല്ല അത് 100 കൊല്ലം കഴിഞ്ഞിട്ടും വീണ്ടും കീറിപ്പോകുന്നേ. എത്ര അഡ്ജസ്റ്റ്മെന്റുകൾ അതിനിടയിൽ നടത്തി. ഇറ്റ്സ് എ പെയിൻഫുൾ സ്റ്റോറി. അത് നമ്മുടെ കഥയും കൂടിയാ. ആ ചരിത്രത്തിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ആ ചരിത്രത്തില് നമ്മളിപ്പോ 100 കൊല്ലം 200 കൊല്ലം 300 400 കൊല്ലത്തെ പാരമ്പര്യങ്ങളെ എടുത്തുകൊണ്ട് നമ്മൾ അതിന്റെ അനന്തരവാസികളാണെന്ന് നമ്മൾ പറയുമ്പോൾ ആ പ്രോബ്ലങ്ങൾ, ആ അഡ്ജസ്റ്റ്മെന്റുകളെ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നില്ലേ. അപ്പൊ ഞാനിപ്പോ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു വലിയ പരിസ്ഥിതിക്കുള്ളിലല്ലേ നമ്മൾ നിലനിൽക്കുന്നത്. You need ഒരു സമൂല പരിവർത്തനം. അത് പിതാവിന് തുടങ്ങാൻ തുടങ്ങി. നമ്മൾ ഒരുപക്ഷെ അങ്ങനെയൊന്നും കാണാൻ തുടങ്ങുന്നില്ല. പക്ഷെ പിതാവ് തന്റെ സന്യാസത്തിലേക്ക് കടക്കാൻ തുടങ്ങിയപ്പോൾ തൻ്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും അദ്ദേഹം ഇങ്ങനെ പിച്ചി ചീന്തി നോക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്നിൽ അനുസരണക്കേടുണ്ട്, എന്നിൽ അഡ്ജസ്റ്റ്മെന്റുകളുണ്ട്. പിന്നീട് അദ്ദേഹത്തിന് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് തോന്നി. അതിന്ന് പുറത്തു വരാൻ തോന്നി. ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. വിശ്വസ്തതയെക്കുറിച്ചും അനുസരണയെക്കുറിച്ചും ചിന്തിക്കാൻ തുടങ്ങി. ആ വിശ്വസ്തതയെക്കുറിച്ചും അനുസരണയെക്കുറിച്ചുള്ള ചിന്തയിൽ പിതാവ് അധികാരി ആരാണെന്ന് ചോദിക്കാൻ തുടങ്ങി. അത് ഉള്ളിൽ നിന്ന് ഒത്തിരി വേദനയോടെ പൊന്തി വന്ന ഒരു മനനമാണ്. ഒരു മനനമാണ്. ആ മനനത്തിലൂടെ മനസ്സിലാക്കുകയാണ് അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ അധികാരിക്ക് താഴെ വരാനും വിശ്വസ്തയോടുകൂടെ ഒരു ആരാധിക്കുന്ന സമൂഹമാകാനും തീവ്രമായി എന്നിൽ ആഗ്രഹമുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പൊ ആ നിൽക്കുന്ന അവസ്ഥയിൽ അഡ്ജസ്റ്റ് ചെയ്യാതെ പിതാവ് അനുസരണത്തിന്റെ ആദ്യ പാദങ്ങളിലേക്ക്, ആദ്യ സ്നേഹത്തിന്റെ അനുസരണത്തിന്റെ തലങ്ങളിലേക്കൊക്കെ മാറാൻ തുടങ്ങി. പിതാവ് പത്രോസ്ലിയെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. സഭയുടെ ആദ്യം അധികാരിയെക്കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. എവിടെ നിന്നാണ് അഡ്ജസ്റ്റ്മെന്റ് വന്നത് എന്ന് മനസ്സിലാക്കി അനുദപിച്ച് അതിനു മുമ്പുള്ള കർമ്മങ്ങൾ തുടങ്ങാനായിട്ട് അദ്ദേഹം തുടങ്ങി. അപ്പൊ നമ്മൾ പെട്ടെന്ന് പിതാവിനെ മനസ്സിലാക്കിയിട്ട് പിതാവ് എന്തിനാ അങ്ങനെയൊക്കെ പോയെന്ന് ചോദിക്കുമ്പോൾ പിതാവിന്റെ താഴെയുള്ള ഈ സന്യാസഭാവം മനസ്സിലാക്കണം. എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യാൻ താല്പര്യമില്ലാതിരുന്ന ഒരു മനുഷ്യൻ. ഇവാനിയൻ വഴിയിലേക്ക് കടക്കുന്ന വ്യക്തികളും എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യാൻ താല്പര്യമില്ലാത്ത വ്യക്തികളായിരിക്കണം. അതല്ലെങ്കിൽ അവർക്ക് ഇവാനിയൻ വഴി അവർക്കുള്ളതല്ല. ഇവാനിയൻ വഴിയിൽ വ്യക്തികൾ പറയാണ്, ഞാൻ അപരനെ അപ്പമാക്കില്ല, ഞാൻ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു ലോകത്തിലേക്ക് ഞാൻ കടക്കില്ല. ചുറ്റുമുള്ള ലോകം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, ഞാൻ അതിന് ഒന്നും പറയുന്നില്ല. പക്ഷെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണേ? സുവിശേഷ സംഘങ്ങളുടെ
ഒരു ബാനറിലാണ് നമ്മൾ ഈ ധ്യാനങ്ങളെ കൊടുക്കണേ. ഈ സുവിശേഷ സംഘങ്ങൾ അല്ലെങ്കിൽ ആ കയ്യൊപ്പ് മേടിക്കുന്നവരുടെ ഉള്ളിലുള്ള ഒരു ആധ്യാത്മികത എന്താണ്? എളുപ്പ വഴിയിൽ ക്രിയേറ്റ് ചെയ്യാത്ത, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാത്ത ഒരു കമ്മ്യൂണിറ്റികൾ. തങ്ങൾക്ക് ചുറ്റും 100 കണക്കിന് അഡ്ജസ്റ്റ്മെന്റുകളെ കാണുമ്പോൾ അവനും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലേ, അപ്പൊ എനിക്കും അഡ്ജസ്റ്റ് ചെയ്തുകൂടെ എന്നുള്ള എളുപ്പ വഴിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയെ മാറ്റിയിട്ട് അവർ പറയുകയാണ്, വി വോണ്ട് അഡ്ജസ്റ്റ്. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കാര്യങ്ങളിൽ, ഞങ്ങളുടെ അനുസരണത്തിന്റെ കാര്യങ്ങളിൽ, ഞങ്ങളുടെ നോമ്പാചരണത്തിൽ അവർ സന്യാസികളായി മാറുകയാണ്. അപ്പോൾ അവർ തൻ്റെ അനുസരണത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്, വിശ്വസ്തതയെക്കുറിച്ച് ചിന്തിക്കുകയാണ്, അവരുടെ കുടുംബത്തിൽ നടത്തിയിട്ടുള്ള ഡീപ്പ് അഡ്ജസ്റ്റ്മെന്റുകളെ കുറിച്ച് ചിന്തിക്കുകയാണ്. പലപ്പോഴും ഈ സുവിശേഷ സംഘങ്ങളുടെ ആ വിറ്റ്നസ്സുകൾ കേൾക്കുമ്പോൾ, അതില്ലെങ്കിൽ അത് വായിക്കുമ്പോൾ ഒരു കാര്യം പൊന്തി വരുന്നത് നമുക്ക് എപ്പോഴും മനസ്സിലാവും. ഇപ്പൊ സുവിശേഷ സംഘത്തിൽ പെട്ട ഒരു അമ്മച്ചി പറയും, ഇതുപോലെ ഒരു കുടുംബ സ്നേഹം, ഒരു ഡെപ്ത് ഐ ഹാവ് നെവർ എക്സ്പീരിയൻസ്ഡ്. എന്താ അത് എക്സ്പീരിയൻസ് ചെയ്ത്? വിശ്വസ്തതയുടെ ആ സ്നേഹമാണ് അവർ മനസ്സിലാക്കണേ. അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്ത ദാമ്പത്യ ജീവിതത്തിന്റെ അനുസരണയുള്ള, വിശ്വസ്തതയുള്ള ആ ജീവിതം പൊന്തി വരുന്നത് അവർക്ക് മനസ്സിലാവണേ. അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് നടന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ 10 മടങ്ങ് ആനന്ദവും സമാധാനവും തൃപ്തിയും ഞങ്ങളുടെ കുടുംബങ്ങളിലുണ്ടെന്ന് പല സുവിശേഷ സംഘക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനു മുമ്പ് അവർക്ക് ജീവിതം ഉണ്ടായിരുന്നില്ലേ? അതിനു മുമ്പ് അവർക്ക് ജീവിതം ഉണ്ടായിരുന്നു, പക്ഷെ മനുഷ്യരെ പിടിക്കാൻ പഠിച്ചിരുന്നില്ല. കുടുംബത്തിലുണ്ടായിരുന്ന മക്കളെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ ഭാര്യയെയോ അപ്പനെയോ അമ്മയെയോ സമൂഹത്തെയോ സഭയോ ഒന്നും പിടിക്കാൻ പഠിച്ചിരുന്നില്ല. കാരണം അതൊക്കെ അപ്പങ്ങളായിട്ട് കണ്ടിരുന്നു, അതൊക്കെ ഉപയോഗിക്കുന്ന വസ്തുക്കളായിട്ട് കണ്ടിരുന്നു. പിന്നീട് അപരനെ തിരിച്ചറിയുമ്പോൾ, അവനോട് കൂടെ ചേർന്ന് ഒരു സംഘമാകണം ഞാൻ എന്ന് പറയുമ്പോൾ, അതിൽ വിശ്വസ്തതയും അനുസരണയുമാണ് ദൈവേച്ഛ എന്ന് തിരിച്ചറിയുമ്പോൾ, അപ്പോഴല്ലേ അതൊക്കെ സുവിശേഷങ്ങളാകുന്നത്. they become evangelical. അത് ഒരു സഭയെ മുഴുവനും ഗ്രസിക്കണമെന്നാണ് നമ്മൾ ഇവാനിയൻ ചിന്തയിലൂടെ പറയുന്നത്. അത് വീണ്ടും കയ്യൊപ്പ് കിട്ടുന്ന ഒരു കുഞ്ഞ് ഗ്രൂപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഒരു സഭ മുഴുവനായിട്ടും അത്തരം ഒരു അനുസരണയിലേക്കും വിശ്വസ്തതയിലേക്കും കൃപ നിറയുന്ന കുടുംബങ്ങളിലേക്കും ഒക്കെ മാറണം. അത് മലങ്കര സഭയിൽ മാത്രം നിലനിൽക്കാതെ അത് ഈ ലോകത്തെ മുഴുവനും പുനരൈക്യപ്പെടുത്തുന്ന, വിശ്വസ്തതയിലും അനുസരണയിലും ജീവിക്കുന്ന ദൈവമക്കളുടെ മഹത്വത്തിലേക്ക് ആനയിക്കാനും കൊണ്ടുപോകാനും ഒക്കെ നമുക്ക് കഴിയണം. അതാ പിതാവ് ആഗ്രഹിച്ചത്. അപ്പൊ സന്യാസത്തിന്റെ തലങ്ങളിലേക്ക് കടക്കുന്ന പിതാവ് വളരെ ആഴത്തിൽ മനസ്സിലാക്കുന്നു, എനിക്ക് മനുഷ്യരെ പിടിക്കണം. അങ്ങനെ മനുഷ്യരെ പിടിക്കണമെങ്കിൽ എൻ്റെ അനുസരണത്തെ ഞാൻ പൂർണ്ണതയിലേക്ക് എത്തിക്കണം. ബിഷപ്പായിട്ടിരിക്കുമ്പോഴും, ബഥനിയുടെ ബിഷപ്പായിട്ടിരിക്കുമ്പോഴും പിതാവ് അദ്ദേഹത്തിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പിനോട്, ബഥനി സിസ്റ്റേഴ്സിനോട് സംസാരിക്കുന്ന, എഴുതുന്ന ചില എഴുത്തുകളൊക്കെ ഉണ്ട്. അതിൽ പറയും, ഇനി ഈ സഭയിൽ നമുക്ക് നമ്മുടെ അനുസരണത്തെ പൂർത്തീകരിക്കാൻ കഴിയില്ല. കത്തോലിക്ക സഭയിൽ നമ്മളുടെ അനുസരണത്തെ പൂർത്തീകരിക്കാനുള്ള ആ യഥാർത്ഥമായ അധികാരിയും ആ ദിവ്യകാരുണ്യവുമുണ്ട്. അവിടെ നമ്മൾ നമ്മുടെ അനുസരണത്തെ പൂർത്തീകരിക്കാം. വി വിൽ ഗ്രോ ഫർദർ ഇൻ ടു അവർ ഫിഡിലിറ്റി. കാരണം ഡീപ്പ് ഇൻസൈഡ് us there is an disobedience. അത് പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ പിന്നീട് ഏതെങ്കിലും ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥയെ ഗ്ലോറിഫൈ ചെയ്ത് ഉദാത്തവൽക്കരിച്ച് പിന്നെ അതിൽ നിന്ന് നമ്മൾ വർക്ക് ചെയ്യാൻ നോക്കണം. എന്ന് പറഞ്ഞാൽ മുടിയനായ പുത്രന് പോയിട്ട് ആ ഏരിയനെ മൊത്തം ഒരു കോളനി ആക്കിയിട്ട് അതിന് വലിയ കോർപ്പറേറ്റ് ബിസിനസ് പോലെയുള്ള ഒരു 500 ഫ്ലാറ്റുകളൊക്കെ പണിത് അവൻ അവിടെ നിൽക്കുമ്പോൾ then you wanted to have relationship with that group in an equal way. അങ്ങനെയല്ലേ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കണേ. പല സഭാ തലങ്ങളിലുള്ള കൂട്ടുകെട്ടുകൾ അഡ്ജസ്റ്റ്മെന്റിന്റെ അല്ലേ. അതിൽ അനുസരണക്കേടിനെ ഉദാത്തവൽക്കരിക്കുന്ന ചില രീതികളൊക്കെ നമ്മൾക്കില്ലേ. അപ്പൊ പറയാം, അച്ഛാ അവർക്കും വേണ്ടേ ഒരു സ്ഥലം. ആയിക്കോ, ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ അതൊക്കെ ജീവിതത്തിന്റെ പൂർണ്ണതയിലേക്കോ സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്കോ ഒക്കെ നമ്മളെ നയിക്കില്ല. അത് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ അങ്ങോട്ട് ജീവിച്ചു പോണ്. ദാറ്റ് ലാംഗ്വേജ് യു ക്യാൻ യൂസ്.
എനിക്കിതിരി സാവകാശം വേണം, അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ സീരിയസ് ആയ ഇങ്ങനെയൊക്കെ അച്ഛാ നമ്മൾ ലോകത്തിലല്ലേ, നമ്മൾ ഇത്തിരി അങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിക്കണ്ടേ, യു ഡു ഇറ്റ്, ഹൂ സെഡ് നോ. പിന്നെ വലിയ വലിയ കാര്യങ്ങൾ പറയരുത്, അപ്പം നമ്മൾ ഫ്രോഡായി മാറും. അതല്ലെങ്കിൽ മനുഷ്യനെ പിടിക്കുന്ന പ്രക്രിയയിൽ പ്രലോഭകൻ എപ്പോഴും നമ്മളോട് അടുത്ത് വന്നിട്ട് പറയും, ഈ ജമ്പ് ഫ്രം ദെയർ, അഡ്ജസ്റ്റ് ചെയ്താൽ മതി, എളുപ്പ വഴിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പറയും. എളുപ്പ വഴിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതി പിതാവിനുണ്ടായിരുന്നില്ല. പിന്നീട് മലയിറങ്ങുന്നതും മലങ്കര സഭയുടെ ആദ്യകാലങ്ങളൊക്കെ പൊന്തി വരുന്നതും ഒന്നും എളുപ്പ വഴിയിൽ ക്രിയ ചെയ്തതായിരുന്നില്ല. എളുപ്പ വഴിയിൽ ക്രിയ ചെയ്തതായിരുന്നെങ്കിൽ ആ തുടക്ക കാലങ്ങളിലൊക്കെ പിതാവിന് ഒത്തിരി ആൾക്കാരുമായി അലയൻസുകൾ ക്രിയേറ്റ് ചെയ്യായിരുന്നു. അണ്ടർഗ്രൗണ്ടുകളിൽ പലരുമായിട്ടും പല അണ്ടർസ്റ്റാൻഡിങ്ങുകൾ കൊണ്ടുവരായിരുന്നു. He never did that. അനുസരിക്കാൻ വേണ്ടി മാത്രം, വിശ്വസ്തതയിലേക്ക് മാത്രം ജനങ്ങളെ ആഹ്വാനം ചെയ്തപ്പോ അടുത്തുണ്ടായിരുന്ന പലരും അകന്നുപോയി. യു ആസ്ക് ഹൗ നിങ്ങളുടെ കുടുംബങ്ങൾ സെപ്പറേറ്റ് ആയത്. അൺഹോളി അലയൻസിലൂടെ നമ്പറുകളെ വർദ്ധിപ്പിക്കുകയായിരുന്നു വേണമെങ്കിൽ. അകത്തളങ്ങളിലുള്ള ഉപജാപങ്ങളിലൂടെ യു കുഡ് ഹാവ് ബിൽറ്റ് അപ്പ് ആൻ അനദർ വേൾഡ്. പിതാവ് അത് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നും അപ്പൊ പിതാവിന് ഈ വാസ് എ ഫൂളിഷ് ഫെലോ, പോരായിരുന്നു എല്ലാവരും കൊണ്ട് ഇങ്ങോട്ട് പോരണ്ടായിരുന്നല്ലോ, ഇതിപ്പോ ഇത്ര ആളും കൊണ്ട് പോന്നിട്ടല്ലേ പ്രോബ്ലം ഉണ്ടാക്കിയിരുന്നത്. ആ കുഞ്ഞ വ്യക്തികളായിരുന്നു വിശ്വസ്തതയുടെ പ്രതീകങ്ങള്. അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യായിരുന്നു, പല വിട്ടുകൊടുക്കൽ ചെയ്യായിരുന്നു. പിതാവ് അത് ചെയ്തില്ല. Then you should do a salutation to him. നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളെ കുറിച്ച് ആലോചിക്കുക, നിങ്ങളുടെ തുടക്കങ്ങളെ കുറിച്ച് ആലോചിക്കുക. അവിടെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്ത ഒരു പ്യുവർ ലവും അനുസരണയും വിശ്വസ്തതയുമല്ലേ നിങ്ങളെയൊക്കെ പിതാവിലേക്ക് ആകർഷിച്ചത്. എന്തുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള പലരും ആകർഷിക്കപ്പെട്ടില്ല? പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ആ കുടുംബത്തിൽ അല്ലെങ്കിൽ പിതാവിനോട് കൂടെ നിന്നു? യു കുഡ് ഓൾസോ വുഡ് ഹാവ് ഡൺ അൺഹോളി അലയൻസുകളാ. ഇപ്പോഴും വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ അങ്ങനെയല്ല അത് ചെയ്യുക. അത് നമ്മൾ ഒരു പുളിമാവ് പോലെ ഈ ലോകത്തിനോട് പറയണം, ഞങ്ങളുടെ അനുസരണയിലും വിശ്വസ്തതയിലും ജീവിക്കും. അപ്പൊ ആരാധനപരമായ ഫിഡിലിറ്റി, അതിനോടുള്ള അനുസരണ, ഇതിൻ്റെയൊക്കെ ബാഹ്യ പ്രതീകങ്ങളാണ്. ഒരുപക്ഷെ പഴയൂർ സമുദായത്തിൽ വന്നിട്ടുള്ള എല്ലാ അനൈക്യങ്ങൾക്കും കാരണം ആരാധനപരമായ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? അനുസരണയിലും അല്ലെങ്കിൽ എവിടെയൊക്കെയോ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തിയതിൻ്റെ അല്ലേ? ഫിഡിലിറ്റി നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരണം. കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്നൊക്കെ പറയണത് അനുസരണയും വിശ്വസ്തതയിലും ദമ്പതികളും മക്കളും കുടുംബങ്ങളും ഒരു ഇടവകയും ഒരു സഭയും ഒക്കെ ആകുമ്പോഴാണ്. എനിക്ക് വിഷമം തോന്നാറുണ്ട് സുഹൃത്തുക്കളെ, പലപ്പോഴും സഭയെ കാണുമ്പോൾ, നമ്മളുടെ ചുറ്റുവട്ടങ്ങളെയൊക്കെ കാണുമ്പോൾ എത്ര ആഴത്തിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നേ. നിങ്ങൾ ഒരുപക്ഷെ എന്നോട് ചോദിക്കും, ഐ തോട്ട് ദാറ്റ് വേഴ്സസ് ഗോഡ് തോട്ട് എന്ന് പറഞ്ഞോ. എന്താണ് ദൈവത്തിൻ്റെ ചിന്ത? എങ്ങനെയാ ദൈവം ചിന്തിക്കണേ? വാട്ട് ഈസ് ദ കണ്ടന്റ് ഓഫ് ദാറ്റ് ഗോഡ്സ് തോട്ട്? അല്ലെങ്കിൽ ഐസായ 55:8 പറയുന്ന പോലെ, എൻ്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകൾ പോലെയല്ല, എൻ്റെ മാർഗങ്ങളും നിങ്ങളുടെ മാർഗങ്ങൾ പോലെയല്ല എന്ന് പറയുമ്പോൾ എന്താണ് ആ ചിന്ത? രണ്ട് കാര്യങ്ങൾ ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ഒരു ചിന്തയിൽ ദൈവം അപരൻ അപ്പമാക്കുന്നില്ല. രണ്ടാമത്തെ ഒരു ദൈവ ചിന്ത, വെളിപ്പെട്ട ദൈവികമായ ഒരു വെളിപ്പെടുത്തലാണ് അനുസരണം. അനുസരണം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് പൊന്തി വരുന്നതാണ്. അല്ലെങ്കിൽ വിശ്വസ്തത എന്ന് പറയുന്ന സാധനം, അത് ദൈവത്തിൻ്റെ ചിന്തയാണ്. അതുകൊണ്ടാണ് പിശാച് ആ ദൈവചിന്തയ്ക്കെതിരെ പ്രലോഭനങ്ങൾ മരുഭൂമിയിൽ യേശുവിനെതിരായിട്ട് പൊക്കിക്കൊണ്ടുവരുന്നേ. നമുക്ക് തോന്നും, അയ്യോ ഈ മലരം ഇതിന് മുകളിൽ നിന്ന് ചാടാൻ പറഞ്ഞ ദൈവത്തിൻ്റെ ഉള്ളിലെ ചിന്തയെ ട്വിസ്റ്റ് ചെയ്യാൻ അവൻ ശ്രമിക്കുകയാണ്. ദൈവത്തിന്റെ ചിന്ത ഈ ലോകത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഈ ട്രൈ ടു പുട്ട് എ വൈറസ് ഇൻ ടു ഹിം. എളുപ്പ വഴിയിൽ ക്രിയ ചെയ്തൂടെ? ആൻഡ് ഹി തിങ്ക് ദാറ്റ് ഈസ് സ്മാർട്ട്. അത് ദൈവം ആ സമയത്ത് യേശുവിനോട് ഈ പിശാചിനോട് പറയുന്ന ലാംഗ്വേജിന് എൻ്റെ അപ്പനെ എനിക്ക് അറിയാമെന്ന് പറയും. കാരണം ഈ ചെക്ക് വിത്ത് ദാറ്റ് പിതാവിന്റെ ചിന്ത, നീ ആ പിതാവിന്റെ മകനാണെങ്കിൽ എവിടെ നിന്ന് എടുത്ത് ചാടുക എന്ന് പറയുമ്പോൾ ചില നേരത്തെ സ്കൂളിലൊക്കെ പറയില്ലേ, നീ നിന്റെ അപ്പന്റെ മോനെ കാണിച്ചാടാന്ന്. പക്ഷെ ആ ചിന്ത മനസ്സിലായിരുന്ന, ദൈവത്തിന്റെ ചിന്തയെ പൂർണ്ണമായി സ്വാംശീകരിച്ചിരുന്ന യേശു അവനോട് പറയും, ഐ നോ മൈ ഗോഡ്, യു ഡോണ്ട് ടെംപ്റ്റ് ഹിം. എൻ്റെ അപ്പനെ എനിക്കറിയാം, യു ചെക്ക് യുവേഴ്സ് എന്ന തരത്തിലാ പറഞ്ഞ അവിടെ.
ആ ദൈവചിന്തയോടുകൂടെ ഒരുമിച്ച് നിൽക്കുന്ന വിശ്വസ്തയുടെ ജീവിതമാണ് പിന്നെ ആ കുരിശിൽ കത്തിത്തീരുന്നത്. അല്ലെങ്കിൽ തൻ്റെ തിരുമേനിയുടെ പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച ഏകപുത്രൻ നമ്മോടുകൂടെ എന്ന് കുർബാനയിലെ മന്ത്രങ്ങളായിട്ട് നമ്മൾ ഇപ്പോൾ ഉച്ചരിക്കുന്നത്. പക്ഷെ അതങ്ങനെ ഉച്ചരിക്കുമ്പോൾ ത്രോണോസിൽ നിന്ന് ആ പാപപരിഹാരം, വിശ്വസ്തയുടെ അനുസരണയും ആ പാപപരിഹാരം നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഒരു ചെറുചിരിയോടെ പറയുകയാണ്, എനിക്കിത്തിരി സാവകാശം വേണം, കാരണം ഞാൻ അഡ്ജസ്റ്റ്മെന്റിന് ലോകത്തിൽ ലിപ്തമായി കഴിഞ്ഞിരിക്കുന്നു. എന്നോട്ട് സേ ഹോൾ ലോട്ട് ഓഫ് റിയലൈസ് ഓൺ. He just want to finish it with that. ഇപ്പം മനസ്സിലായിരിക്കുന്നു വിചാരിക്കുന്നു. അല്പമെങ്കിലും 2 തലങ്ങളാണ് സന്യാസത്തിൻ്റെ 2 തലങ്ങളാണ് നമ്മൾ പിതാവിൽ ഇപ്പം കണ്ടിരിക്കുന്നത്. ഒരെണ്ണം തൻ്റെ ഇന്ദ്രിയങ്ങളുടെ ശുദ്ധിയിലൂടെ ഒന്നിനെയും അപ്പമാക്കാതെ എല്ലാത്തിനെയും അങ്ങനെ കാണാനുള്ള ഒരു കഴിവ്. ഒന്നിനെയും അപ്പമാക്കാതെ he did not turn anything into bread. അത് സന്യാസിയുടെയും ശിഷ്യൻ്റെയും ഭാവമാണ്. അത് ദൈവത്തിൻ്റെ ഭാവമാണ്. ദൈവത്തിന് എന്തു വേണമെങ്കിലും അപ്പമാക്കായിരുന്നു. പക്ഷെ പിശാചിന് വിശപ്പുണ്ടായിരുന്നു. ഇവൻ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ വരെയുള്ള വിശപ്പ്. രണ്ടാമതായിട്ട് നമുക്ക് ഇവാനിയൻ വഴിയുടെ അന്തരാളങ്ങളിൽ പിതാവിൻ്റെ സന്യാസത്തിലേക്ക് കടക്കുമ്പോൾ അനുസരിക്കാനും വിശ്വസ്തനായിട്ടിരിക്കാനുമായിട്ടുള്ള തീവ്രമായ ആഗ്രഹം, അതൊരിക്കലും നശിപ്പിക്കരുത്. ഐ എം വെരി ഹാപ്പി വെൻ ഐ ഹിയർ അബൌട്ട് സുശേഷ സംഘങ്ങൾ. ഇപ്പം എല്ലാത്തിനെയൊക്കെ ഇരുട്ടിനെ ശപിക്കുന്നതിന് പകരം ഒരു തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുന്നതല്ലേ, ഒരു ദീപത്തെ തെളിക്കുന്നതല്ലേ നല്ലതെന്ന് പോലെ നമുക്ക് ചുറ്റും മ്ലേച്ഛതകളെ കാണുകയും മണക്കുകയും ചെയ്യുമ്പോൾ അത് ട്രോൾ ചെയ്തും മാന്തിയെടുത്തും മണത്തും മറ്റുള്ളവന് അയച്ചു കൊടുക്കുന്നതിനപ്പുറത്ത് എൻ്റെ കുടുംബത്തെ ഞാൻ ഇത്തിരി വിശ്വസ്തതയിലേക്കും ഇത്തിരി അനുസരണയിലേക്കും കടത്തും. ആ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുന്ന ആ ചിന്തയ്ക്കെതിരെ ദൈവത്തെ എന്ന് പറയുമ്പോഴാണ് സുശേഷ സംഘങ്ങൾ ജനിക്കുന്നത്. അവർ പൊട്ടന്മാരൊന്നുമല്ല, അല്ലെങ്കിൽ ജീവിക്കാൻ അറിയാത്ത കുറേ ആൾക്കാർ, ഇവറ്റങ്ങൾക്കൊക്കെ ലോകത്തിൽ ജീവിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളവരെ കളിയാക്കോ. ഡോണ്ട് ഫൂൾ ദം. അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കഥകളൊക്കെ ഫ്രീ ആക്കി വെച്ചിരിക്കുന്ന നമുക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളോട് ഇത്തിരി പരിഹാസം തോന്നാം. ഡോണ്ട്. തലകുനിച്ച് എളിമയോടുകൂടി കുറിയിലാശോൻ പറഞ്ഞിട്ട് കർത്താവേ എന്നോട് കരീനായിരിക്കണമേ എന്ന് പറയുക. ഈ ആഴ്ചയിൽ അല്ലെങ്കിൽ ഈ ധ്യാന സമയങ്ങളിലൊക്കെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ചില ഡീപ്പ് അഡ്ജസ്റ്റ്മെൻറ്റുകളെ കുറിച്ച് ചിന്തിക്കുക. എപ്പോഴൊക്കെയോ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വ്യക്തി ജീവിതത്തിലും സഭയിലും സ്ഥാപനങ്ങളിലൊക്കെ കടന്നു കയറിയോ അപ്പോഴൊക്കെ അത് നശിക്കാൻ തുടങ്ങി. കാരണം എന്നിട്ട് നമ്മൾ ഒരു ധ്യാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രോഗശാന്തിയുടെ ഒരു ചെറിയ തുണി കഷ്ണം എടുത്തിട്ട് കട്ട് ചെയ്ത് പിൻ ചെയ്ത് ഇറ്റ്സ് ഓക്കെ നൗ എന്ന് പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് കീറിപ്പോവും. ആഴത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മെ നശിപ്പിക്കും, പുനരൈക്യപ്പെടാൻ നമ്മളെ സഹായിക്കില്ല. പ്രാർത്ഥിക്കുക. ഈ ചിന്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ അടുത്ത പ്രഭാഷണത്തിൽ വീണ്ടും ഇതിനെക്കുറിച്ച് കേൾക്കുന്നതായിരിക്കും. ആമേൻ.